ടിവിക്ക് തമിഴക വെട്രി കഴകം. ഇപ്പോൾ നമ്മുടെ ന്യൂസ് ചാനലുകളായാലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും എല്ലായിടത്തും ഇപ്പോൾ ഈ ഒരു പേരും ഈ ഒരു പാർട്ടി പരിപാടി ഉണ്ടാക്കിയ ദുരന്തവുമാണ് സംസാര വിഷയം. എല്ലായിടത്തും, അതായത് നമ്മുടെ മലയാളം ന്യൂസ് ചാനൽ തൊട്ട് അങ്ങ് ഇംഗ്ലീഷ് ന്യൂസ് ചാനൽ വരെ ചർച്ചയും ഡിബേറ്റും ഒക്കെ നടക്കുന്നത് ഇപ്പം ഈ ഒരു ദുരന്തത്തെ പറ്റി, അതായത് ഈ പാർട്ടി പരിപാടി ഉണ്ടാക്കിയപ്പോൾ ഈ പാർട്ടി പരിപാടിയിൽ ഉണ്ടായ ദുരന്തത്തെ പറ്റിയാണ് ഇപ്പോൾ എല്ലായിടത്തും സംസാരം. പല ഫേക്ക് ന്യൂസുകൾ വരുന്നു, ന്യൂസുകാർ പടച്ചു വിടുന്നു കുറച്ച്. അത് കൂടാതെ വിജയ് ഹേറ്റേഴ്സ് അല്ലെങ്കിൽ ടിവിക്ക് ഹേറ്റേഴ്സ് അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാർ പലതും ഉണ്ടാക്കി വിടുന്നു. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പോൾ നമുക്ക് ആർക്കും ഉറപ്പിക്കാറായിട്ടില്ല. കാരണം ഇപ്പം അന്വേഷണത്തിന് വിട്ടതേ ഉള്ളൂ. അപ്പം അന്വേഷണം അല്ലെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഇപ്പോൾ നാടകീയ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിജയ് സിനിമകളിൽ കണ്ട അതേ കാര്യങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ അദ്ദേഹത്തിന് നേരിടേണ്ട അവസ്ഥയും ഒക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ടിവിക്കയുടെ ഭാഗത്തും കുറച്ച് ഫോൾട്ട്സ് ഉണ്ട്, അതുകൂടാതെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഒരു നാടകീയ സിനിമാ രംഗങ്ങളാണ് ഇപ്പം തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ തമിഴ് രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് പറയാം. ഏകദേശം 40-ഓളം അടുത്ത ആൾക്കാർ മരണപ്പെട്ടിരിക്കുന്ന ആ ഒരു ദുരന്തത്തിൽ മരിച്ച കുടുംബത്തിന് ദളപതി മരിച്ചവർക്ക് 20 ലക്ഷം രൂപയും നൽകി. അതുകൂടാതെ പാർട്ടി, അതുകൂടാതെ ഗവൺമെൻറ് അവർക്ക് അതിനുള്ള പാരിതോഷികം നൽകുന്നു. ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്, അതായത് ഇന്നലെ രാത്രിയിൽ വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ടിവിക്കയുടെ കരൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള നേതാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് റീസെൻ്റായിട്ട് അറിയാൻ സാധിക്കുന്നത്. അപ്പം എന്തോ സംഭവം എന്നൊന്നും നമുക്കിപ്പം ഉറപ്പിക്കാറായിട്ടില്ല. കാരണം ന്യൂസുകളിൽ പല കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പം പറയുന്ന എല്ലാവരും 5 മിനിറ്റ് കഴിഞ്ഞ് പറയുന്നത്, പിന്നെ പറയുന്ന എല്ലാം നാളെ പറയുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഒഫീഷ്യലായിട്ട് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം അന്വേഷണത്തിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അതുകൂടാതെ നമ്മുടെ ഇപ്പോൾ പറയുന്നത് DMK ഈ ഒരു ദുരന്തത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പം ന്യൂസ് ചാനലുകളൊക്കെ ഇന്നലെ സംസാര വിഷയമായത്. ടിവിക്ക് പരിപാടി നടത്തുന്നതിന് മുമ്പ് ഒരു ഗ്രൗണ്ട് ചോദിച്ചിരുന്നു. എന്നാൽ ഗവൺമെൻറ് അത് നിഷേധിച്ചിട്ട് ഈ ഒരു സ്ഥലം പിന്നീട് സെലക്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഏകദേശം ടിവിക്ക് വിചാരിച്ചത് 10,000-30,000 അല്ലെങ്കിൽ 10,000 ആൾക്കാരെ കാണത്തുള്ളൂ എന്നാണ്. എന്നാൽ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയായിരുന്നു അവിടെ ആൾക്കാർ. അതായത് നമ്മുടെ ദളപതി രാവിലെ വരും എന്നുള്ള ഇതാണ് പറഞ്ഞിരുന്നത്. എന്നാൽ പുള്ളി വന്നത് തന്നെ ലേറ്റായിട്ടാണ്. അപ്പോൾ രാവിലെ മുതൽ ആൾക്കാർ വെയിൽ കൊണ്ട് അല്ലെങ്കിൽ അത്ര ക്ഷീണിച്ച് നിൽക്കുന്ന സമയത്ത് ദളപതി വന്നത് 7 മണി ആ ഒരു സമയമൊക്കെ ആയിരിക്കും. അപ്പം അപ്പോഴത്തേക്ക് അവരുടെ ബോഡിയൊക്കെ വീക്കായി കുറച്ച് പേര് വീഴാൻ തുടങ്ങി. അപ്പോൾ അതിന് മണ്ടയ്ക്കോട്ട് ആൾക്കാർ വീഴുകയും പരിഭ്രാന്തി പെട്ട് ആൾക്കാർ ഓടുകയും ഒക്കെ ചെയ്ത് അങ്ങനെയാണ് കൂടുതലും ദുരന്തം അവിടെ നടന്നിരിക്കുന്നത്. എന്നാൽ മറ്റു ഭാഗത്ത് പറയുന്ന DMK ഇതിനിടപെട്ടിട്ട് ഇതൊരു നാടകീയ അല്ലെങ്കിൽ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ളൊരു ദുരന്തമാണെന്നും ഒന്നൊക്കെയാണ് ന്യൂസ് ചാനലുകൾ പറയുന്നത്. നമുക്കിപ്പോൾ ഒന്നും ഉറപ്പിക്കാൻ പറ്റത്തില്ല. എല്ലാം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിനൊടുവിൽ മാത്രമേ നമുക്കിപ്പോൾ നമുക്ക് ഇത് പറയാൻ പറ്റുള്ളൂ, ക്ലാരിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. പിന്നെ അത് കൂടാതെ നമുക്ക് ഹോസ്പിറ്റലുകളിൽ കുറേ നാടകീയ സംഭവങ്ങൾ, അതായത് ഈ പരിപാടിയിൽ വിളിച്ചിട്ട് ചെന്ന പോലത്തെ കുറേ അഭിനയ ആൾക്കാർ, അത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകും അതൊരു അഭിനയമാണ്. പിന്നെ കുറച്ചു നേരം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയൊക്കെ എടുത്തുകൊണ്ട് ഓടുന്നു. ഇതൊക്കെ എന്താ സംഭവം എന്നൊന്നും നമുക്കറിയത്തില്ല. പിന്നെ DMK നേതാക്കൾ കരയുന്നതൊക്കെ നമ്മൾ കണ്ടതൊക്കെ ഭയങ്കര ഒരു ട്രോളായിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ DMK നേതാവിൻ്റെ എതിരെ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഒരു സിനിമാ രംഗങ്ങളാണ് ഇപ്പോൾ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാം. അപ്പം എന്തായാലും ഇതിനൊരു ക്ലാരിഫിക്കേഷൻ അന്വേഷണത്തിന് ശേഷമേ പറയാൻ പറ്റത്തുള്ളൂ. ന്യൂസ് ചാനലുകളാണേലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ സംസാരിക്കുന്നതൊന്നും നമുക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം അവർ പലതും പടച്ചു വിടും. പിന്നെ ഒന്നാമത് ദളപതി വിജയ് അല്ലെങ്കിൽ ആ ഒരു പാർട്ടി രൂപീകരിച്ചപ്പോൾ തൊട്ടേ പല കാര്യങ്ങളും ഞാൻ അടിച്ചിറക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. എന്തായാലും അന്വേഷണത്തിന് ശേഷം മാത്രമേ നമുക്ക് എല്ലാം ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും നമുക്ക് അന്വേഷണത്തിൻ്റെ ആ ഒരു ഇതിനു വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം എന്തായാലും വളരെ വിഷമം തോന്നിയൊരു സംഭവമാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നതും അന്ന് നടന്ന ദുരന്തവും. അപ്പം എന്തായാലും നമുക്ക് അന്വേഷിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാം.